വയനാട് വാഗേരി മൂടക്കുലിയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച പ്രജീഷിന്റെ വീട്ടിൽ രാഹുൽ സന്ദർശനം നടത്തി. ഇവരുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, വയനാട് MP രാഹുലിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയരുന്നത്. ഇതുവരെയും ഈ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്ത രാഹുലിന്റെ സന്ദർശനം പ്രഹസനമാണ് എന്ന തരത്തിൽ തന്നെയാണ് നാട്ടുകാരുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. രാഹുലിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്, അവലോകന യോഗവുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ കൂടി. രാഹുലിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പല മേഖലയിൽ നിന്നും വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത്. കാരണം 3 മാസത്തിൽ മുൻപായിരുന്നു ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഈ മണ്ഡലം സന്ദർശിച്ചത്. തുടർന്നായിരുന്നു ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ നിലവിൽ 4 പേരാണ് ഈ വയനാട്ടിൽ മരിച്ചിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ വാഗേരിയിൽ പ്രജീഷും, തുടർന്ന് തൊൽപ്പട്ടിയിൽ ലക്ഷ്മണനും, അതിനുശേഷം പടമലയിൽ അജീഷും, 2 ദിവസം മുൻപ് ഈ മറ്റൊരു പോളും മരിച്ചിട്ടുണ്ട്, പാക്കത്ത് പോളും മരിച്ചു. അതിനുശേഷം ഈ MP ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന വലിയ വിമർശനമുണ്ടായി. അതിന് പിന്നാലെയായിരുന്നു അടിയന്തരമായി ഇന്ന് തന്നെ രാഹുൽ ഈ മണ്ഡലത്തിലേക്ക് കടന്നു വന്നത്. 7:45 ഇത്തരത്തിലുള്ള സന്ദർശനം ആരംഭിച്ചത്. തുടർന്ന് 3 മണ്ഡലങ്ങളിലെ 3 മരണ വീടുകളിലും രാഹുൽ സന്ദർശിച്ചു. തുടർന്ന് ഈ വീടുകളിലെല്ലാം പോകുമ്പോൾ രാഹുലിന് പരാതിയുടെ പ്രവാഹമായിരുന്നു. ഈ രാഹുലിന്റെ മണ്ഡലത്തിലെ ബുദ്ധിമുട്ടുകൾ രാഹുലിനോട് തന്നെ ഈ ജനങ്ങൾ പറയുന്ന അവസ്ഥയുണ്ടായി. കാരണം വർഷങ്ങളായി തന്നെ അവർ ഈ രാഹുലിനോട് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ വർഷങ്ങളായി ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിനോടും MLA-മാരോടും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട് ഈ മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യവും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മികച്ച റോഡുകളും വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇത്തരത്തിൽ നടത്തി തരുന്നില്ല രീതിയിൽ രാഹുലിനോട് തന്നെ ഇത്തരത്തിൽ വിമർശനമായി പറഞ്ഞു. അതോടൊപ്പം നാട്ടുകാരും രാഹുലിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. രാഹുൽ ഈ മണ്ഡലത്തിന് ഭൂമിശാസ്ത്രപരമായ രീതികൾ അറിഞ്ഞില്ല, എവിടെയാണ് ഈ വന്യമൃഗത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്, ആരെല്ലാം മരണപ്പെടുന്നു, അത്തരത്തിലുള്ള വിവരങ്ങൾ രാഹുലിനെ അറിയില്ല എന്ന തരത്തിലുള്ള വിമർശനമുണ്ടായി. എന്തായാലും നിലവിൽ സർവകക്ഷി യോഗം കഴിഞ്ഞിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിന് ശേഷം സംസ്ഥാന സർക്കാരിനെതിരെയാണ് രാഹുൽ പ്രതികരിച്ചിരിക്കുന്നത്. വയനാട്ടിലെ മാനന്തവാടി മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മരിച്ച ആൾക്കാർക്ക് അടിയന്തരമായ സഹായം നൽകണം. അതോടൊപ്പം തന്നെ കർണാടകയും തമിഴ്നാട്, കേരളം തമ്മിലുള്ള ബന്ധം രാഹുൽ ഗാന്ധി ശക്തമാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ മുഖ്യമന്ത്രിയുമായി രാഹുൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രി ഫോൺ സ്വീകരിച്ചില്ല. അത്തരത്തിലുള്ള വിമർശനവും രാഹുൽ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ഇനിയും അത്തരത്തിൽ സംസാരിക്കാൻ ശ്രമിക്കും, ഈ വയനാടിന്റെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയോട് പരിഹരിക്കാൻ അഭ്യർത്ഥിക്കും എന്ന തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമാണുള്ളത്. രാഹുലിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം, വലിയ രീതിയിലുള്ള അമർഷം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും മണ്ഡലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇടപെടൽ നടത്താൻ തയ്യാറാകാത്ത രാഹുൽ എന്തിനിപ്പോൾ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.